സോ അടുത്തതാണ് എൻസൈം. മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എൻസൈമുകൾ, അത് ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ എൻസൈംസിൽ ആദ്യത്തെ നമ്മൾ പറയുന്നത് ലിപ്പേസ് എന്ന് പറഞ്ഞ എൻസൈം. സോ ലിപ്പേസ് എന്ന് പറഞ്ഞ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാൻഡിഡ ലിപ്പോലിറ്റിക്ക എന്ന് പറഞ്ഞ ഫംഗസിൽ നിന്നാണ്. സോ കാൻഡിഡ ലിപ്പോലിറ്റിക്ക എന്ന് പറഞ്ഞ ഫംഗസിൽ നിന്നാണ് ലിപ്പേസ് എന്ന് പറഞ്ഞ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ലിപ്പേസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ എൻസൈം യൂസ് ചെയ്യുന്നത് ഡിറ്റർജൻറ്റ് ഫോർമുലേഷൻസ് ആണ്. നമ്മൾ വാങ്ങുന്ന ആ ഡിറ്റർജൻറ്റ് ഫോർമുലയിലൊക്കെ ഈ പറഞ്ഞ എൻസൈമുകൾ അടങ്ങിയിട്ടുണ്ട്. സോ ആ ഡിറ്റർജൻറ്റ് ഫോർമുലേഷനിലാണ് ഈ ലിപ്പേസ് എൻസൈമുകളുള്ളത്. ആ ഡിറ്റർജൻറ്റിലുള്ള ലിപ്പേസ് എൻസൈം എന്തിനാണ് സഹായിക്കുന്നത് വെച്ചാൽ, ടു റിമൂവ് ഓയിൽ സ്റ്റെയിൻസ് ഫ്രം ലോണ്ട്രി. സോ ലോണ്ട്രിയിൽ ആ ഓയിൽ സ്റ്റെയിനുകളും അല്ലെങ്കിൽ ഫാറ്റി ആസിഡ് ആയിട്ടുള്ള അങ്ങനത്തെ സ്റ്റെയിനുകളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഈ ലിപ്പേസ് എന്ന് പറഞ്ഞ എൻസൈം സഹായിക്കും. സോ ലിപ്പേസ് എന്ന് പറഞ്ഞ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാൻഡിഡ ലിപ്പോലിറ്റിക്ക എന്ന് പറഞ്ഞ ഫംഗസിൽ നിന്നാണ്. ഡിറ്റർജൻറ്റ് ഫോർമുലേഷൻസിലാണ് ഉപയോഗിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ ഫംഗ്ഷൻ റിമൂവ് ഓയിൽ സ്റ്റെയിൻസ്. ലോണ്ട്രിയിലെ ഓയിൽ സ്റ്റെയിൻ, വസ്ത്രങ്ങളിൽ നിന്നുള്ള ഓയിൽ സ്റ്റെയിൻ റിമൂവ് ചെയ്യാനായിട്ടാണ് ഈ ലിപ്പേസ് എന്ന് പറഞ്ഞ എൻസൈം സഹായിക്കുന്നത്. അടുത്തത് പെക്റ്റിനേസ് എന്ന് പറഞ്ഞ എൻസൈമും അതുപോലെ പ്രോട്ടിയേസ് എന്ന് പറഞ്ഞ എൻസൈം. പെക്റ്റിനേസും പ്രോട്ടിയേസ് എന്ന് പറഞ്ഞ എൻസൈം, പെക്റ്റിനേസ് എന്ന് പറഞ്ഞ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആസ്പെർജില്ലസ് നൈഗർ എന്ന് പറഞ്ഞ ഫംഗസിൽ നിന്നും, പ്രോട്ടിയേസ് എന്ന് പറഞ്ഞ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആസ്പെർജില്ലസ് ഒറൈസെ എന്ന് പറഞ്ഞ ഫംഗസിൽ നിന്നാണ്. സോ ആസ്പെർജില്ലസ് ഒറൈസെ, ആസ്പെർജില്ലസ് നൈഗർ, പെക്റ്റിനേസ് ആൻഡ് പ്രോട്ടിയേസ്. ഈ പെക്റ്റിനേസും പ്രോട്ടിയേസും രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫംഗസുകളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമുകളാണ്. അതിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, അത് ചെയ്യുന്നത് ഫംഗ്ഷൻ ക്ലിയർ ഫ്രൂട്ട് ജ്യൂസസ് ഡ്യൂറിങ് ബോട്ട്ലിംഗ്. നമ്മൾ വീടുകളിലൊക്കെ ജ്യൂസുകൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ആ പഴച്ചാറുകളൊക്കെ നമുക്കറിയാം, അതിങ്ങനെ കലങ്ങിയിരിക്കുന്നുണ്ടാവും, അത് ക്ലിയർ ആയിട്ട് കാണില്ല. നമ്മൾ പ്രിപ്പയർ ചെയ്താൽ കുറച്ച് നേരത്തേക്കുണ്ടാവും, അത് കഴിഞ്ഞാൽ വീണ്ടും അതിങ്ങനെ ക്ലബ്ഡായിട്ട് കലങ്ങിയിരിക്കുന്നുണ്ടാവും, ക്ലിയർ ആവില്ല. എന്നാൽ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ബോട്ടിലായിട്ടുള്ള ജ്യൂസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ജ്യൂസായിട്ട് കാണാൻ പറ്റും. ആ ക്ലിയർ ആവാനുള്ള ആ ഒരു സഹായിക്കുന്ന എൻസൈമാണ് പെക്റ്റിനേസ് ആൻഡ് പ്രോട്ടിയേസ്. സോ പെക്റ്റിനേസ് ആൻഡ് പ്രോട്ടിയേസ് എന്ന എൻസൈം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫംഗസുകളിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആസ്പെർജില്ലസ് നൈഗർ ആൻഡ് ആസ്പെർജില്ലസ് ഒറൈസെ. ഈ പെക്റ്റിനേസും പ്രോട്ടിയേസും കാരണമാണ് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ബോട്ടിൽ ജ്യൂസുകളൊക്കെ ഇത്ര ക്ലിയർ ആയിട്ടിരിക്കുന്നത്. സോ ക്ലിയർ ഫ്രൂട്ട് ജ്യൂസസ്, ആ ഫ്രൂട്ട് ജ്യൂസുകൾ ക്ലിയർ ചെയ്യാൻ ഡ്യൂറിങ് ബോട്ടിൽ, സോ ബോട്ടിൽ ജ്യൂസുകൾ ക്ലിയർ ആവാൻ കാരണക്കാരായുള്ള എൻസൈമുകളാണ് പെക്റ്റിനേസ് ആൻഡ് പ്രോട്ടിയേസ്. അടുത്ത എൻസൈമാണ് സ്ട്രെപ്റ്റോകൈനേസ് എന്ന എൻസൈം. ഈ സ്ട്രെപ്റ്റോകൈനേസ് എൻസൈം എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ആ ബാക്ടീരിയയാണ് സ്ട്രെപ്റ്റോകോക്കസ്. സോ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറഞ്ഞ ബാക്ടീരിയയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമാണ് സ്ട്രെപ്റ്റോകൈനസ്. അതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് മോഡിഫൈഡ്. ഈ സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറഞ്ഞ എൻസൈമിനെ മോഡിഫൈഡ് ബൈ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ജനിതക മാറ്റം വരുത്തി, അതിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ജനിതക നിയന്ത്രണം നടത്തി, ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി സ്ട്രെപ്റ്റോകൈനസ് എൻസൈം എന്തായിട്ട് യൂസ് ചെയ്യുന്നു? യൂസ്ഡ് ആസ് ക്ലോട്ട് ബസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നു. ക്ലോട്ട് ബസ്റ്റർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്ലോട്ട് ബസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റിമൂവിങ് ബ്ലഡ് ക്ലോട്ട്. ബ്ലഡ് ക്ലോട്ടുകളെ റിമൂവ് ചെയ്യാൻ. എങ്ങനെയുള്ള ആളുകൾ? ഫ്രം ദ ബ്ലഡ് വെസൽസ് ഓഫ് പേഷ്യൻസ്. എങ്ങനത്തെ പേഷ്യൻസ്? സഫേർഡ് ഫ്രം മയോകാർഡിയൽ ഇൻഫാക്ഷൻ ലീഡിങ് ടു ഹാർട്ട് അറ്റാക്ക്. സോ മയോകാർഡിയൽ ഇൻഫാക്ഷൻ വഴി ഹാർട്ട് അറ്റാക്ക്, ഹൃദയസ്തംഭനം സംഭവിക്കുന്ന ആ രോഗികളിൽ, അങ്ങനത്തെ പേഷ്യൻസിൽ ബ്ലഡ് ക്ലോട്ട് റിമൂവ് ചെയ്യാനായിട്ട് എന്താണ്, ആ ബ്ലഡ് വെസലുള്ള ബ്ലഡ് ക്ലോട്ടുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലോട്ട് ബസ്റ്ററായിട്ടാണ് നമ്മുടെ സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറഞ്ഞ എൻസൈം യൂസ് ചെയ്യുന്നത്. സോ സ്ട്രെപ്റ്റോകൈനേസ് എൻസൈം എന്ന് പറയുന്നത് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറഞ്ഞ ബാക്ടീരിയയിൽ നിന്നാണ് കിട്ടുന്നത്. അത് ആ സ്ട്രെപ്റ്റോകൈനസ് എൻസൈം ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി മോഡിഫൈ ചെയ്തെടുത്ത് അതൊരു ക്ലോട്ട് ബസ്റ്ററായിട്ട് യൂസ് ചെയ്യുന്നു. ക്ലോട്ട് ബസ്റ്ററായിട്ട് യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ മയോകാർഡിയൽ ഇൻഫാക്ഷൻ വഴി ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്ന ആ പേഷ്യൻസിൽ അവരെ ബ്ലഡ് വെസൽസിലെ ബ്ലഡ് ക്ലോട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു ക്ലോട്ട് ബസ്റ്ററായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഏത് എൻസൈം? സ്ട്രെപ്റ്റോകൈനസ്. സ്ട്രെപ്റ്റോകൈനസ് യൂസ്ഡ് ആസ് എ ക്ലോട്ട് ബസ്റ്റർ. ഇത് നമ്മുടെ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്ന രോഗികളിൽ ബ്ലഡ് വെസൽസിലെ ആ ബ്ലഡ് ക്ലോട്ട് റിമൂവ് ചെയ്യാനായിട്ട് ക്ലോട്ട് ബസ്റ്ററായിട്ട് സ്ട്രെപ്റ്റോകൈനേസ് എൻസൈം യൂസ് ചെയ്യുന്നു. ഇനി വേറെ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റായിട്ട് മൈക്രോ ഓർഗാനിസത്തിനെ കൊണ്ട് ഉപയോഗിക്കുന്ന, മൈക്രോ ഓർഗാനിസം വഴി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന വേറെ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റാണ് ബയോ ആക്റ്റീവ് മോളിക്യൂളുകൾ. ബയോ ആക്റ്റീവ് മോളിക്യൂളുകളിൽ ഒന്നാമത്തേതാണ് സൈക്ലോസ്പോറിൻ എ. സൈക്ലോസ്പോറിൻ എ എന്ന് പറയുന്നത്
ഒരു ഫംഗസിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഫംഗസിൻ്റെ പേരാണ് ട്രൈക്കോഡെർമ പോളിസ്പോറം. ട്രൈക്കോഡെർമ പോളിസ്പോറം എന്ന് പറഞ്ഞ ഫംഗസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബയോ ആക്റ്റീവ് മോളിക്യൂളാണ്, ഇൻഡസ്ട്രിയലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോ ആക്റ്റീവ് മോളിക്യൂളാണ് സൈക്ലോസ്പോറിൻ എ. ഇതിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ആക്ട് ആസ് എ ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻറ്റ്. നമ്മുടെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, എന്തെങ്കിലും ഒരു ഓർഗന് ഫെയിലിയർ വരികയാണെങ്കിൽ ആ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആ രോഗികളിൽ ആ ഓർഗൻ അവരുടെ ബോഡിയിൽ നിന്ന് റിജക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻ്റായിട്ടാണ് നമ്മുടെ സൈക്ലോസ്പോറിൻ എനെ ഉപയോഗിക്കുന്നത്. സോ സൈക്ലോസ്പോറിൻ എ എന്ന് പറയുന്നത് ഒരു ബയോ ആക്റ്റീവ് മോളിക്യൂളാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ട്രൈക്കോഡെർമ പോളിസ്പെർമം എന്ന് പറഞ്ഞ ഫംഗസിൽ നിന്നാണ് ഈ സൈക്ലോസ്പോറിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത്. അത് ഇൻഡസ്ട്രിയൽ സ്കെയിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുണ്ടെങ്കിൽ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന ആ രോഗികളിൽ ആ പെർട്ടിക്കുലർ ഓർഗനെ റിജക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻ്റായിട്ട് ഇത് ആക്ട് ചെയ്യുന്നു. ഇത് സൈക്ലോസ്പോറിൻ എ. അതൊരു ബയോ ആക്റ്റീവ് മോളിക്യൂളാണ്. അടുത്ത ബയോ ആക്റ്റീവ് മോളിക്യൂളിൻ്റെ എക്സാമ്പിളാണ് സ്റ്റാറ്റിൻ. ഈ സ്റ്റാറ്റിൻ എന്ന് പറഞ്ഞ ബയോ ആക്റ്റീവ് മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതും ഒരു ഫംഗസ്, അതായത് നമ്മുടെ ഈസ്റ്റിൽ നിന്നാണ്. മൊണാസ്കസ് പർപ്യൂരിയസ്. മൊണാസ്കസ് പർപ്യൂരിയസ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് അഥവാ ഫംഗസിൽ നിന്നാണ് സ്റ്റാറ്റിൻ എന്ന് പറഞ്ഞ ബയോ ആക്റ്റീവ് മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, ഒരു ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജൻറ്റ്. നമ്മുടെ ബോഡിയിൽ ബ്ലഡ് കൊളസ്ട്രോൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിനെ ലോവർ ചെയ്യാൻ, അതിനെ കുറയ്ക്കാനുള്ള ഒരു ഏജൻ്റാണ് സ്റ്റാറ്റിൻ എന്ന് പറഞ്ഞത്. സോ സ്റ്റാറ്റിൻ യൂസ് ചെയ്തിട്ടാണ് ബ്ലഡ് കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിൽ കുറയ്ക്കുന്നത്. സോ ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജൻറ്റ്, നമ്മുടെ ബ്ലഡിലുള്ള കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് സ്റ്റാറ്റിൻ. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൊണാസ്കസ് പർപ്യൂരിയസ് എന്ന് പറഞ്ഞ ഈസ്റ്റിൽ നിന്ന് അഥവാ ഫംഗസിൽ നിന്നാണ്. ഈ സ്റ്റാറ്റിൻ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഇറ്റ് ആക്ട് ആസ് എ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഒപ്പം തന്നെ ഒരു കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ ആക്ട് ചെയ്യുന്നു ഓഫ് എൻസൈം ഇൻവോൾവ് ഇൻ കൊളസ്ട്രോൾ സിന്തസൈസ്. കൊളസ്ട്രോൾ സിന്തസൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ ഒരു കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്ററായിട്ട് ആക്ട് ചെയ്യുന്നതാണ് സ്റ്റാറ്റിൻ. അതുവഴി കൊളസ്ട്രോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സോ കൊളസ്ട്രോൾ സിന്തസൈസ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമിനെ കോമ്പറ്റീറ്റീവ്ലി, അതോടൊപ്പം തന്നെ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എൻസൈമിനോട് തുല്യമായിട്ട് രീതിയിലുള്ള സ്ട്രക്ചറായിട്ട് വന്ന് ഈ കൊളസ്ട്രോൾ സിന്തസൈസിന് സഹായകമാക്കുന്ന എൻസൈമിനെ കോമ്പറ്റീറ്റീവ്ലി ഇൻഹിബിറ്റ് ചെയ്യുന്നു. സോ ഒരു കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്ററായിട്ട് ഈ പറഞ്ഞ സ്റ്റാറ്റിൻ ആക്ട് ചെയ്യുന്നത് കൊണ്ട് കൊളസ്ട്രോൾ സിന്തസിസ് നടക്കില്ല. അങ്ങനെ കൊളസ്ട്രോൾ സിന്തസൈസ് കുറച്ച് ബ്ലഡിൽ കൊളസ്ട്രോളിൻ്റെ സിന്തസൈസ് കുറയ്ക്കാനായിട്ട് സ്റ്റാറ്റിൻ സഹായിക്കുന്നു. സോ സ്റ്റാറ്റിൻ എന്താ ചെയ്യുന്നത്? ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ സൈക്ലോസ്പോറിൻ എ എന്ന് പറഞ്ഞത് ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻ്റായിട്ടും സഹായിക്കുന്നു. ഇതുപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞ ആൽക്കഹോളിക് ബീവറേജസ് അല്ലെങ്കിൽ ഫെർമെൻറ്റഡ് ബീവറേജസ്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ആൻറ്റിബയോട്ടിക്സ്, പിന്നെ നമ്മൾ പറഞ്ഞ ഓർഗാനിക് ആസിഡുകൾ, ആൽക്കഹോളുകൾ, പിന്നെ നമ്മളിപ്പോൾ പറയുന്ന എൻസൈമുകൾ ലൈക്ക് ലിപ്പേസ്, പെക്ടിനേസ്, പ്രോട്ടിയേസ്, സ്ട്രെപ്റ്റോകൈനസ്, ഇതുപോലത്തെ എൻസൈമുകൾ, അതുപോലെ ബയോ ആക്റ്റീവ് മോളിക്യൂളുകൾ, സൈക്ലോസ്പോറിൻ എ ആക്റ്റീവ് ആസ് ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻറ്റ്, അതുപോലെ സ്റ്റാറ്റിൻ ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനുള്ള. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിൽ നിന്നാണ്? മൈക്രോ ഓർഗാൻസ്. നമുക്ക് വെൽഫെയർ, ഹ്യൂമൻ വെൽഫെയറിന് പറ്റുന്ന രീതിയിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ വെച്ചിട്ടാണ് ഇതുപോലത്തെ നമുക്ക് ആവശ്യമുള്ള ഹ്യൂമൻ വെൽഫെയറിന് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഇൻഡസ്ട്രിയൽ സ്കെയിൽ, ലാർജ് സ്കെയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റിൻ്റെ കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്.